ഇന്ന് മെറീന ബീച്ചിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം നേരെ വീഡിയോയിലേക്ക് പോവാം. കഴിഞ്ഞ എപ്പിസോഡുകളിലായിട്ട് നിങ്ങൾ കണ്ട ചെന്നൈയുടെ കല്യാണ വിശേഷങ്ങളെല്ലാം കഴിഞ്ഞു. നമ്മുടെ ചെക്കൻ്റെ മനോഹരമായിട്ടുള്ള പാട്ടൊക്കെ കേട്ട് തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രിമാരായിരുന്ന MGRൻ്റെയും ജയലളിതയുടെയും ശവകുടീരങ്ങൾ കാണാനും പിന്നെ മെറീന ബീച്ചൊക്കെ ഒന്ന് അടിച്ചു കറങ്ങി വരാമല്ലോ എന്ന് കരുതി എല്ലാവരും കൂടെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സപ്പോർട്ടൊക്കെ അതാണിത്. പോകുന്ന വഴിക്ക് മാർക്കറ്റിലൊന്ന് കയറി ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു പോകാമെന്ന് കരുതി വന്നതാണ്. അവർ പറഞ്ഞത് ഇത് നല്ല ടേസ്റ്റാണ്, ഇത് കഴിച്ചു നോക്കിയാൽ മാത്രമേ ഇതിൻ്റെ ടേസ്റ്റിനെ പറ്റി അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനത് ഇത് കഴിച്ചു നോക്കി, നല്ല ടേസ്റ്റായിരുന്നു. അപ്പോഴേക്കും നമ്മുടെ കൂടെ ഉള്ളവരൊക്കെ ബസ് സ്റ്റാൻഡിലേക്ക് വന്നു കഴിഞ്ഞു. അങ്ങനെ മെറീന ബീച്ചിലേക്കുള്ള ബസ് വരുന്നത് കാത്ത് കുറച്ച് നേരം അവിടെ നിൽക്കേണ്ടി വന്നു. തമിഴ്നാട്ടിൽ ചെറിയ ചെറിയ ബസ് സ്റ്റാൻഡുകൾ പല പല സ്ഥലത്തായിട്ടുണ്ട്. ഇതുപോലെ ഒടുവിൽ ആ ബസ് വന്നു. ഇവിടുന്ന് മെറീന ബീച്ചിലേക്ക് ഒരു 10 കിലോമീറ്റർ 8 കിലോമീറ്റർ ഡിസ്റ്റൻസൊക്കെ വരുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടെ ബസ്സിനകത്ത് കയറി AVJ 1949 അതായിരുന്നു ബസ്സിൻ്റെ നമ്പർ. അങ്ങനെ തമിഴ്നാട് ട്രാൻസ്പോർട്ട് ബസ്സിൽ ഒരു വേറിട്ട അനുഭവം തന്നെയായിരുന്നു ഈ യാത്ര. ചെന്നൈയിൽ വന്നിട്ട് ഇവിടുത്തെ ലോക്കൽ ബസ്സിൽ കയറിയില്ല എന്നുള്ളൊരു വിഷമം വേണ്ടല്ലോ. മാത്രമല്ല നമ്മൾ കാറിൽ പോകുന്ന പോലെയുള്ള ഒരു വ്യത്യസ്ത അനുഭവം തന്നെയാണ്. ഈ വീഡിയോയുടെ തുടക്കത്തിൽ നമ്മൾ കേട്ടില്ലേ പാട്ട്, ആ പാട്ട് പാടിയ നമ്മുടെ ഏബൻ കുട്ടനാണ് അടുത്തിരിക്കുന്നത്. അവനായിട്ട് ചില വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അവനെ കൊണ്ട് കുറച്ച് പാട്ടുകളൊക്കെ പാടിപ്പിച്ച് നമ്മൾ സ്ഥലങ്ങളൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നു. എനിക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നു. ലോക്കൽ ബസ് ആയതുകൊണ്ട് വലിയ കണ്ടീഷനാണെന്നുള്ള അഭിപ്രായമൊന്നുമില്ല. എന്നിരുന്നാലും വലിയ കുഴപ്പമില്ലാത്ത ഒരു തരക്കേടില്ലാത്ത യാത്രയായിട്ട് തന്നെയാണ് തോന്നിയത്. നമ്മുടെ നാടല്ലാതെ വേറെ ഏത് നാട്ടിലേക്ക് ചെന്നാലും ചെറിയ ചില കാര്യങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷവും കാണാത്ത കാര്യങ്ങളെ പറ്റിയുള്ള ഒരു കൗതുകമൊക്കെ ഉണ്ടാവുമല്ലോ. അത് ശരിക്കും ചെന്നൈയുടെ ഈ യാത്രകളിലുടനീളം എനിക്കുണ്ടായിരുന്നു എന്നുള്ളതാണ്. എനിക്ക് മാത്രമല്ല, ഞങ്ങളുടെ കൂടെ വന്ന എല്ലാവർക്കും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇവിടുത്തെ എല്ലാ റോഡുകളിലും മിക്കവാറും ഇതുപോലെയുള്ള ഓട്ടോറിക്ഷകളുടെ ഒരു പൂരം തന്നെ ഉണ്ടായിരുന്നു. കല്യാണത്തിൻ്റെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് 2ാമത്തെ ദിവസമാണ് നമ്മുടെ ഈ യാത്ര പോകുന്നത്. അതുകൊണ്ട് തന്നെ ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും നല്ല ക്ഷീണത്തിലാണ്. ഇത് കണ്ടില്ലേ, ഏതോ ഒരു മെട്രോയുടെ പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പുതിയ ഏതോ ഒരു മെട്രോ ലൈൻ വരാൻ വേണ്ടിയിട്ടായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് കണ്ടോ, വളരെ ഫേമസ് ആയിട്ടുള്ള ശരവണ സ്റ്റോഴ്സ്. യൂട്യൂബിലൊക്കെ നിരവധി വാർത്തകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഈ ശരവണ സ്റ്റോഴ്സിനെ പറ്റിയൊക്കെ. അങ്ങനെ ശരവണ സ്റ്റോഴ്സിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മുടെ ഏബൽ കുട്ടൻ ഇങ്ങനെ ആസ്വദിച്ച് കഴിഞ്ഞിരിക്കുന്നതാണ്. ഇതാണ് ചെന്നൈ നഗരം. ആ ഫ്ലൈ ഓവറിലൂടെ വണ്ടികളൊക്കെ പോകുന്നുണ്ടോ, അവരെത്ര കിടിലമായിട്ടാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു കാലത്ത് നമ്മുടെ മലയാള സിനിമയുടെ തന്നെ വലിയൊരു ഹബ്ബായിട്ടുള്ള ഒരു സ്ഥലമാണ് ചെന്നൈ. അപ്പോൾ നമ്മൾ ഈ ചെന്നൈ കാഴ്ചകളും ചെന്നൈ നഗരത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ പഴയ സിനിമാ കഥകളൊക്കെ ഇങ്ങനെ ഓർമ്മ വരും അല്ലേ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് നല്ല ക്ഷീണത്തിലാണെന്ന്. അവൻ നമ്മുടെ ഏബൻ കുട്ടൻ കിടന്ന് ഉറങ്ങിപ്പോയി. അങ്ങനെ നമ്മൾ മെറീന ബീച്ചിനടുത്തുള്ള ജയലളിതയുടെയും MGRൻ്റെയൊക്കെ ശവകുടീരത്തിനടുത്തെത്തി. അതിൻ്റെ എൻട്രൻസാണ് ഈ കാണുന്നത്. ഇതിൻ്റെ എൻട്രൻസിൻ്റെ നടുവിലായിട്ട് നമ്മളൊരു കുതിരയെ കണ്ടില്ലേ, ഒരു ബ്രൗൺ നിറത്തിലുള്ള ഒരു കുതിര. ഇതാ കാണുന്ന ഈ കുതിര ഗ്രീക്ക് മിത്തോളജിയിൽ ടെഗാസസ് എന്നറിയപ്പെടുന്ന ഒരു പ്രതിമയാണ്. ഈ കുതിരയുടെ തൊട്ടടുത്ത് തന്നെ 2 ചിഹ്നം നമ്മൾ കണ്ടില്ലേ, MGRൻ്റെ പാർട്ടിയായ ADMKയുടെ ചിഹ്നമാണത്. അത്യാവശ്യം ഇന്ന് നല്ല തിരക്കുള്ള ദിവസം തന്നെയാണ്. ഇവിടെ നമുക്ക് കാണാം ഈ മേൽക്കൂര കണ്ടില്ലേ, എന്തൊരു സ്ട്രക്ചറാണ് അതിൻ്റെ ആ മേൽക്കൂര പണിത് വെച്ചിരിക്കുന്നത്. അതിഗംഭീരമായിട്ടുള്ള നിർമ്മിതി എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കാരണം അത്രയ്ക്ക് നമ്മൾ കണ്ണഞ്ചിപ്പിക്കുന്ന രീതിയിലാണ് അവരുടെ ആ നിർമ്മിതി. തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രിയായിരുന്ന ജയലളിതയുടെ മരണം ഒരു വല്ലാത്ത ഞെട്ടലോടുകൂടെയാണ് ഇന്ത്യൻ ജനത അന്ന് കേട്ടിരുന്നത്. അവരുടെ മരണവുമായിട്ട് പിന്നെ ബന്ധപ്പെട്ട് വന്ന എല്ലാ കഥകളും
പിന്നെ അതിനെ തുടർന്നുണ്ടായ കോൺട്രവേഴ്സികൾ, ജയിൽവാസങ്ങൾ, പലതരത്തിലുള്ള അഭ്യൂഹങ്ങൾ, പലതരത്തിലുള്ള വഞ്ചനയുടെ കഥകളൊക്കെ നമ്മൾ ടി വിയിലൊക്കെ കേട്ട് വലിയ കോളിളക്കം സൃഷ്ടിച്ച ഒന്നാണെന്ന് നമുക്കറിയാം. നിങ്ങളിൽ പലരും ഇവരുടെ രണ്ടുപേരുടെയും ശവകുടീരവും പിന്നെ മെറീന ബീച്ചൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. കാണാത്തവരെന്തായാലും ഇനി ഏതെങ്കിലും അവസരം കിട്ടിയാൽ അത് പാഴാക്കരുത്. ഇവിടെ വന്ന് ഈ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു പോകണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. കടലിനോട് ചേർന്നുള്ള സ്ഥലമായതുകൊണ്ടായിരിക്കാം ഒരു വല്ലാത്തൊരു പ്രത്യേകത തന്നെയാണ് ഈ സ്ഥലത്തിന്. ഒരു കാം ആൻഡ് ക്വയറ്റായിട്ടുള്ള ഒരു അന്തരീക്ഷം. ഇതിൻ്റെ മുൻപിൽ ഫാമിലി ആയിട്ടൊക്കെ വന്ന് നിന്ന് സെൽഫിയും അല്ലാതെയും ഒക്കെ ഫോട്ടോ എടുക്കുന്ന ഒരുപാട് പേരെ ഞങ്ങൾ കണ്ടു. അങ്ങനെ ഞാനും അമ്മയും ചേർന്ന് നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഞങ്ങൾ മെറീന ബീച്ചിലേക്ക് പോകാനായിട്ട് അവിടെ നിന്ന് ഇറങ്ങി. ഇവിടെ വെടിവെച്ച് ബലൂൺ പൊട്ടിക്കുന്ന കലാപരിപാടികളൊക്കെ ഇവിടെ ഒരുപാടുണ്ട്. അപ്പോൾ ആ ആക്ടിവിറ്റീസിൽ വേണമെങ്കിൽ നമുക്ക് പങ്കെടുക്കാം. ക്യാഷ് കൊടുക്കണം. മാവിൽ നിൽക്കുന്ന മാങ്ങയെങ്കിലും എറിഞ്ഞ് വീഴ്ത്തിയിട്ടുള്ളവർക്ക് ഈ ബലൂണ് പൊട്ടിക്കാനായിട്ട് പറ്റും, സമ്മാനവും നേടാം. അങ്ങനെ ബീച്ചിലെ കാഴ്ചകളൊക്കെ പകർത്തി ഇങ്ങനെ കുറച്ച് നേരം അങ്ങോട്ട് നടന്നു. പിന്നെ കുക്കുംബറും തണ്ണിമത്തനും ഒക്കെ വിൽക്കുന്ന സ്ഥലങ്ങൾ ഒരുപാടുണ്ട്. നമുക്കവിടെ നിന്നൊക്കെ ഫുഡ് വാങ്ങിച്ച് ഇതുപോലെ കഴിക്കാം. അങ്ങനെ വളരെ രസകരമായിട്ടുള്ള പപ്പയും അമ്മയും കൂടെയുള്ള ഒരു യാത്ര എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യം തന്നെയാണ്. മെറീന ബീച്ചിൽ എന്തായാലും വന്നു, അപ്പോൾ പിന്നെ കടലിൽ ഇറങ്ങാതെ പോകുന്നത് ശരിയല്ലല്ലോ. അങ്ങനെ കടൽ വെള്ളത്തിൽ കുറച്ച് നേരം ഞാനും ബ്ലസ്സനും ഒക്കെ ആയിട്ട് ഇങ്ങനെ കളിച്ചു. എന്തായാലും കല്യാണവും ഇങ്ങനെയുള്ള കാഴ്ചകളും ഒക്കെ കണ്ട് റിലേറ്റീവ്സിനോടൊപ്പമുള്ള ഒരു യാത്ര എന്ന് പറയുന്നത് അതൊരു രസകരം തന്നെയായിരുന്നു. ഒരുപാട് കാഴ്ചകൾ നമ്മൾ വീഡിയോയിൽ പകർത്തിയിട്ടുണ്ടായിരുന്നെങ്കിലും ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ്. നിരവധി സഞ്ചാരികൾ ഫാമിലി ആയിട്ടൊക്കെ വന്ന് ആഘോഷിച്ച് പോകാറുള്ള ഒരു സ്ഥലമാണ് മെറീന ബീച്ച്. മെറീന ബീച്ചിൽ ഒരുപാട് സമയം ഞങ്ങളിവിടെ ചിലവഴിച്ചു. അതിന് ശേഷമാണ് ഞങ്ങൾ തിരികെ പോയത്. അങ്ങനെ നേരം സന്ധ്യയായി. ഞങ്ങളോടൊപ്പം വന്ന റിലേറ്റീവ്സ് പല പല സ്ഥലത്താണുള്ളത്. അവരൊക്കെ എവിടെയാണ് നിൽക്കുന്നതെന്ന് കണ്ടുപിടിച്ചിട്ട് അവരെ കൊണ്ട് തിരിച്ച് പോകാനുള്ള സമയമായി. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്തേക്ക്. ഒപ്പം നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ട്രാവൽ വീഡിയോസും നിങ്ങൾക്ക് കിട്ടാനായിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കുക കേട്ടോ. ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. അടുത്ത വീഡിയോയിൽ കാണും വരെയും ബൈ ബൈ.